ഇനി ഇതിൻ്റെ അമൃതം ന്യൂട്രിമിക്സിൻ്റെ ഈ ഓരോ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ശരിക്കും പറഞ്ഞ ഒരാ വീട്ടമ്മ നിലയ്ക്ക് നമ്മളൊരു സ്റ്റോറിൽ പോയി മേടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കിലെ ഇൻസ്ട്രക്ഷൻസ് കണ്ടുവച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് മേടിക്കുന്നത്. പക്ഷേ ഇന്ന് അത്രയും മാത്രം അറിവ് നമുക്ക് അതിനെപ്പറ്റി പോരാ. ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് തരാൻ വേണ്ടിയിട്ട് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് IAS ബിജു പ്രഭാകർ സാറാണ്. അദ്ദേഹം നമ്മുടെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അവരുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കീനായിട്ട് പഠിച്ചിട്ട് അവർക്ക് എന്തിൻ്റെയാണ് കുറവ്, സ്ത്രീയുടെ സുരക്ഷതയെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് എന്നെപ്പോലെ കുറേ വീട്ടമ്മമാരുണ്ടെന്നറിയാം. അതിനെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തരാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത്. ഇന്ന് ആനീസ് കിച്ചണിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബിജു സർ, സർ ഞങ്ങളുടെ ആനീസ് കിച്ചണിലേക്ക് വരുമ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു എൻ്റെ ഏട്ടൻ്റെ ഫിലിം കിങ്ങിലെ ഒരു ചെറിയ മ്യൂസിക് ഒക്കെ ഇട്ട് തരാറ്. ബിക്കോസ് ഞങ്ങൾ എപ്പോഴും സാറിനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അനദർ ജോസഫ് ഫെലിക്സ്, ഒരെല്ല് കൂടുതലാണ് എനിക്ക് എന്നൊരു ഇമ്പാക്റ്റ് ആണ് സാറിന് ബാക്കി കിടക്കുന്നത്. അങ്ങനെയാണ്. ബിക്കോസ് സാറ് ആ ഒരു സാറിൻ്റെ ഒരു വർക്ക്, ആ ഡെഡിക്കേഷൻ, സാറിൻ്റെ ആ സ്ട്രെങ്ത്, പവർ എല്ലാം ഞങ്ങൾ മലയാളികൾ കണ്ടതല്ലേ. സർ, ഇപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സർ ഞങ്ങൾ വീട്ടമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ, അവരുടെ ആരോഗ്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെ വളരെ സന്തോഷമുണ്ട്. കാര്യം ഞങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക, ഞങ്ങളെയും ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു സന്തോഷം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ള പദ്ധതികളും എന്തൊക്കെയാണ് സർ ഇതിൻ്റെ ബാക്കിലുള്ളത്? വിമൻ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്നത് പുതുതായിട്ട് വന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞു ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വിമൻ ആൻഡ് ചൈൽഡ് ഉണ്ടാകും. വിമൻ ആൻഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് ഞങ്ങളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വൺ ഈസ് ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ്, സെക്കൻഡ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ്. അപ്പം ട്രഡീഷണലി നമ്മൾ ഡെവലപ്മെൻറ്റ് മാത്രമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്താണ് വിമൻ റൈറ്റ്സ്, ചൈൽഡ് റൈറ്റ്സ് എന്നുള്ളത് ഭയങ്കരമായിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏത് തരത്തിലും ഒരു തരത്തിലുള്ള അബ്യൂസും ഇല്ലാതെ, അതായത് ഒരു തരത്തിലും അവർക്ക് ഒരു ഭീഷണി ഇല്ലാതെ എല്ലാ തരത്തിലുള്ള ഒരു ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടത്തുന്നത്. സർ, നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്ക് ഒരു ചുമതല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രഗ്നൻസി ടൈമിലാണ്. ഫ്രം ദ ഫസ്റ്റ് മന്ത് ടു ദ 9th month വരെ നമ്മൾ ഈച്ച് ആൻഡ് ഒരു അമ്മയുടെ കെയറിങ് പോലെ ഇരിക്കും കുട്ടിയുടെ ആരോഗ്യം എന്നാണ് അമ്മമാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വെയിറ്റ് എടുക്കാൻ സമ്മതിക്കോ, ആഹാരത്തിന് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അയ്യോ അത് കഴിക്കണം, കഴിച്ചേ പറ്റുള്ളൂ, ഫോഴ്സ്ഡാണ് നമ്മൾ. ശരിക്കും അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായി നോക്കണം എന്ന് പറയുന്നത് കുട്ടികളുടെയും കൂടെ ആരോഗ്യമാണ്. പക്ഷേ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിൽ നിന്നും നല്ലൊരു സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച് സാർ ഒന്ന് പറയാം. കേരളത്തിൽ ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാർ പോലും അവെയർ അല്ല. കാരണം എന്ന് വെച്ചാൽ ആഹാരം ഇല്ലാത്ത ആൾക്കാർ കേരളത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വളരെ കുറവുള്ള ആൾക്കാരാണ്. പക്ഷേ ആഹാരമുള്ളവർ ശരിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ടോ? 32.7% സ്ത്രീകൾ കഴിഞ്ഞ 2015 സർവേ അനുസരിച്ച് അനീമിക്കാണ്. എന്താ കാര്യം? ഞാൻ 2010 തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ബ്ലഡ് ഹെൽത്തി വർക്ക് ചെയ്യുന്ന 3 കൊല്ലം ഹെൽത്തി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബ്ലഡ് കളക്ഷന് വേണ്ടി പോയി. 215 പെൺകുട്ടികൾ അവിടെ വന്നതിൽ 43% പെൺകുട്ടികളുടെ ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല, അവർ അനീമിക്കാണ്. എന്ന് വെച്ചാൽ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ചെല്ലുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോഷകങ്ങൾ ചെല്ലാത്ത ഒരു പെൺകുട്ടി, അപ്പം ടീനേജിൽ ഇത് വളരെ കൂടുതലാണ്. ഒന്ന് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നു, പീരീഡ്സും മറ്റുമൊക്കെ ആയിട്ടുള്ള ബ്ലഡ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഇതാരും പരിശോധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആളുകൾ അതിനെപ്പറ്റി ബോധമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും മെൻ്റലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അയൺ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലൈ ചെയ്യുന്നൊരു പ്രോഗ്രാം സ്കൂളുകളിലുണ്ട്. ഒരൊറ്റ അധ്യാപകരാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നിർബന്ധപൂർവ്വം കഴിപ്പിക്കുന്നില്ല. കുട്ടികൾ കഴിച്ചതായിട്ടാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പ്രഗ്നൻസി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ്. ഞങ്ങളുടെ ന്യൂട്രിമിക്സിനകത്തും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോർട്ടിഫൈ ചെയ്തിട്ട് അയൺ, ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ സിങ്ക്, കാൽഷ്യം ഇതെല്ലാം കൂടി ചേർത്ത് 11ഓളം മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയിൽ വീടുകളിൽ പോലും കഴിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ആവശ്യമായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുട്ടിക്ക് ഉണ്ടാകുന്നില്ല.
ആവശ്യമായിട്ടുള്ള ഞാൻ നിംഹാൻസ് എന്ന് പറഞ്ഞിട്ട് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ബാംഗ്ലൂരിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിംഹാൻസ് ബാംഗ്ലൂർ. അവിടെ ഒരു ബ്രെയിൻ മ്യൂസിയം ഉണ്ട്. ഈ ബ്രെയിൻ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബ്രെയിൻ കാണാം. ഇപ്പോൾ ടേപ്പ് വേം ഉണ്ടെന്നുണ്ടെങ്കിൽ തലയിൽ ബ്രെയിനകത്താണെന്നുണ്ടെങ്കിൽ ഹോളൊക്കെ ഉണ്ടായിട്ടുള്ള ടേപ്പ് വേം കയറിയിട്ടുള്ള ബ്രെയിൻസ് അവിടെ ഇരുന്നുണ്ടെയാണ് നമ്മൾ ഭീകരമായിട്ടത് കാണും. അതുപോലെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തിട്ടുള്ളവരുടെ ബ്രെയിൻ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തുമാത്രമാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് കാണാം. ഇതുപോലെ തന്നെയാണ് അയണോ ഫോളിക് ആസിഡോ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളില്ലാത്ത ഒരു കുട്ടിയുടെ ബ്രെയിൻ ഞാൻ കണ്ടു. ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഇല്ല. ആ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അധികം അസുഖം വരുന്നത്. ഇത് മാനസികമായിട്ട് വരാം. ചെറിയ തോതിലാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് കുട്ടി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ സ്വഭാവത്തിൽ തന്നെയുള്ള വൈകൃതങ്ങൾ ഉണ്ടാകുന്നു, ഇതൊക്കെ വരാം. പക്ഷെ ഇത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളും ഏതാണ്ട് കേരളത്തിലെ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ എംപ്ലോയ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സർക്കാർ സർവീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 60-65% ടീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ 60-65% ടീച്ചേഴ്സ് ലേഡീസാണ്. അവരുടെ മക്കൾക്കും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഇത് 32%, അതായത് 1/3 സ്ത്രീകൾ അനീമിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അപമാനമാണ്. സത്യം സർ. ഇപ്പോൾ ശരിക്കും സാർ പറഞ്ഞ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിമന് പോലും ഇതിനെപ്പറ്റി അറിവില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ഒരു ഫസ്റ്റ് 1000 days സോ വാല്യുബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രാധാന്യം സർ ഒന്ന് പറഞ്ഞു തരണം. ശരിക്കും ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയ ഇപ്പം എനിക്ക് പോലും 3 കുട്ടികളായിട്ട് പോലും അത്രയും അറിവില്ല. പക്ഷെ എന്നാലും സാർ ഒന്ന് അതിനെപ്പറ്റിയുള്ള ആ വാല്യൂ ഒന്ന് പറഞ്ഞു തരണം. ഈ നമുക്ക് പ്രഗ്നൻസി 1000 days മുമ്പ് തന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ ഉണ്ടാകണം. അതായത് അഡോൾസെൻ്റ് ഗേൾസിൻ്റെ ആ പീരീഡ് തൊട്ടേ നമ്മൾ ഈ അനീമിയ ആവശ്യമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വന്ന് ഒരു ഹെൽത്തി, അതായത് വെദർ യു ആർ പ്രിപ്പയർഡ് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് എന്നുള്ള ഒരു ചിന്താഗതി ആരും നോക്കുന്നില്ല. കല്യാണം കഴിക്കുന്നു, വിടുന്നു. ദ ഫസ്റ്റ് 278 days അമ്മയുടെ പ്രഗ്നൻസി പീരീഡ് പ്ലസ് 365 പ്ലസ് 365 ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഫസ്റ്റ് 1000 days എന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഇത് വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ളൊരു പീരീഡാണ്. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ഫീഡിങ്. ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഇതിനകത്തുണ്ടെങ്കിൽ ദ ഫസ്റ്റ് 1 hour, ആ 1 hourനുള്ളിൽ ബ്രസ്റ്റ് ഫീഡ് ആയിരിക്കണം. കേരളത്തിൽ ഏതാണ്ട് അഗെയിൻ 1/3 33% അമ്മമാർ, പ്രത്യേകിച്ച് സിസേറിയൻ ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് കിടന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ 1 hour ഒരിക്കലും ആണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് പറ്റുന്നില്ല. ഏതാണ്ട് 47% ആൾക്കാർ 6 മാസത്തിനുള്ളിൽ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല. ഇതിന് ചിലപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിനകത്ത് പല കാരണങ്ങളുണ്ടായിരിക്കും, സൗകര്യമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിസേറിയനായിട്ടൊരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം 5 മണിക്കൂർ 6 മണിക്കൂറാണ്. അപ്പം പുറത്തേക്ക് വന്ന ലോകത്തിനെ ഫേസ് ചെയ്യുന്ന ഒരു കൊച്ചു കുഞ്ഞിന് ആദ്യത്തെ 1 മണിക്കൂർ അല്ലെ അരമണിക്കൂറിനുള്ളിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന മഞ്ഞപ്പാലെന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി എത്രയോ വർദ്ധിക്കുന്നതാണ്. അതിന് ഏതാണ്ട് 5 മണിക്കൂർ 6 മണിക്കൂർ ഡിപ്രൈവ്ഡ് ആകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഇത്രയും പഠിച്ച ഡോക്ടർമാർ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, ഇത്രയും പഠിച്ച നേഴ്സുമാർ ശ്രദ്ധിക്കുന്നില്ല, അമ്മമാർ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമുക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതാണ് സ്ഥിതി. ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ ഇഷ്യൂ. അപ്പോൾ ഫസ്റ്റ് 1000 days എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ 10 മിനിറ്റ് 15 മിനിറ്റാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള. പക്ഷേ നമ്മൾ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അരമണിക്കൂറായി, ബ്ലീഡ് ചെയ്തു, കോംപ്ലിക്കേറ്റഡ് ആയി, പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരും എന്ന് പറഞ്ഞതുപോലെയാണ് പ്രഗ്നൻസി പീരീഡിന് മുമ്പ് തൊട്ട് ആ 2 കൊല്ലം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ അംഗൻവാടി പോലും കുട്ടികൾ വരുന്ന 3ാമത്തെ വയസ്സിന് ശേഷമാണ്. സർ, ഇപ്പം സർ പറഞ്ഞു ബ്രസ്റ്റ് ഫീഡിങ് ആ ഫസ്റ്റ് 3 hours കൊടുത്തിരിക്കണം. അപ്പം ഒരു വിവരമുള്ള ഒരു ഡോക്ടർ, ഒരു സിസേറിയൻ കഴിഞ്ഞ കുട്ടിക്ക് എന്തായാലും എണീറ്റ് വന്ന് കൊടുക്കാൻ പറ്റില്ല. വി ആർ ഫോഴ്സ്ഡ് ടു ഫീഡ് ദം. പക്ഷെ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ അവർ? ഈ കുഞ്ഞിനെ അവിടം വരെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ആ സിസേറിയൻ്റെ കോംപ്ലിക്കേഷൻ കാരണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ഇത് എല്ലാവരും ഇൻസിസ്റ്റ് ചെയ്യണം, ദിസ് ഈസ് മൈ റൈറ്റ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ ആദ്യം തന്നെ പറയണം. അപ്പോൾ ഈ കാര്യങ്ങളിലാണ് നമ്മളൊരു എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള നിലയിൽ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗം, എല്ലാവരും അല്ല, ഇതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് ഇതാണ് കാണിക്കുന്നത്. ഓക്കെ സർ, അപ്പം നമ്മുടെ ആരോഗ്യം കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഈ ആരോഗ്യവും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ കണക്കിലെടുത്തിട്ടാണ് സർ ഗവൺമെൻറ് കുറേ പദ്ധതികൾ മുന്നിട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു ഫോർവേഡ് വിഷൻസ് എന്തൊക്കെയാണ്, ഫ്യൂച്ചർ വിഷൻസ്? അംഗൻവാടി സർവീസസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗൻവാടി വിടുന്ന കുട്ടി ഉടൻ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള. അംഗൻവാടി സർവീസസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കലോ പഠിപ്പിക്കൽ മാത്രമല്ല, 6 സർവീസസിൽ ഒന്നാണ് ഈ പഠനം എന്നുള്ളത്. അതിനേക്കാളുപരി
പ്രോപ്പറായിട്ടുള്ള ഈ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഉള്ള ഇൻ്റർവെൻഷൻസ് ആണ്. അപ്പോൾ അംഗൻവാടി സർവീസസ് അനുസരിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഞങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പിലുള്ളതാണ്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ 2 വയസ്സ് വരെയാണെന്നുണ്ടെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ഞങ്ങളുടെ ഇതിലുള്ള അഡോളസെൻറ്റ് ഗേൾസ് ഉള്ള. അപ്പോൾ അഡോളസെൻറ്റ് ഗേൾസ്, പ്രഗ്നൻറ്റ് വിമൻ, ലാക്ടേറ്റിംഗ് മദേഴ്സ്, പിന്നീട് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഇവർക്ക് വേണ്ടി വരുന്ന ഇമ്മ്യൂണൈസേഷൻ, ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്, ഇതുള്ള 6 സർവീസസ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അംഗൻവാടിയിലോ അതെനിക്കുള്ളതല്ല, ന്യൂട്രിമിക്സോ ഫ്രീ ആയിട്ട് എന്തുമാത്രം ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത്. വി സ്പെൻഡ് അറൗണ്ട് 500-600 crores ഇത്രയും രൂപ ഈ അംഗൻവാടി സിസ്റ്റത്തിന് വേണ്ടി. അപ്പോൾ ഇഷ്ടംപോലെ ഫുഡാണ് കൊടുക്കുന്നത്. അംഗൻവാടിയിലെ ഫുഡ് ഞങ്ങൾക്ക് വേണ്ട, പക്ഷെ അത് ഫോർട്ടിഫൈഡ് ആണ്, ഏറ്റവും ശുദ്ധമായിട്ടുള്ള. അതേസമയം ടി വിയിലെയും മറ്റും പരസ്യം കണ്ടിട്ട് ഇതൊക്കെ ഉണ്ട്, കുട്ടി ജിറാഫിനെ പോലെ വളരുമെന്നൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റായിട്ട്, എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളുള്ള ഒരു പ്രൊഡക്ഷനാണ്. ആ പ്രൊഡക്ഷനുള്ള സാധനങ്ങൾ അവർ ന്യൂട്രിമിക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഭാഗത്തും ചില ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് സർ, അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ന്യൂട്രിമിക്സിൻ്റെ സാധനം വെച്ചിട്ടാണ്, ആ പൊടി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡിഷ് ഉണ്ടാക്കിയത്. ഇച്ചിരി സ്വീറ്റ് കണ്ടന്റ് അതിന് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ പിള്ളേർക്ക് ചിലപ്പോൾ സ്വീറ്റ് ഇഷ്ടമായിരിക്കാം, പക്ഷേ ഈ പ്രഗ്നൻറ്റ് ലേഡീസിനും ഒക്കെ ഈ പറഞ്ഞ പോലെ സ്വീറ്റ്സ് കഴിക്കാൻ പറ്റുമോ? ഇതിൽ ഇപ്പം ആനി ഇപ്പം 2 ഡിഷല്ലേ, ഞങ്ങളുടെ അംഗൻവാടി ടീച്ചേഴ്സാണ് ഒരു 10-25 ഡിഷെങ്കിലും ഇതിലുണ്ടാക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്, ഹൽവയും ബാക്കിയുള്ള ഒത്തിരി കാര്യങ്ങളും. ഇവിടെ അംഗൻവാടിയിൽ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരേ ടേസ്റ്റിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്ന് വെച്ചോ, അവർ കഴിക്കുമോ? കഴിക്കില്ല. സോ ഇറ്റ് ഹാസ് ടു ബി, അതിനുള്ള അംഗൻവാടിയിലുള്ളൊരു സൗകര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നത് ഇതിനെ ബിസ്ക്കറ്റായിട്ടും കുക്കീസായിട്ടും ഒക്കെ മാറ്റുന്ന രീതിയിൽ. പിന്നെ ഈ റെസിപ്പിക്കകത്ത് പഞ്ചസാരയുടെ അളവ് ഒരു അല്പം കൂടുതലാണെന്നുള്ളൊരു വിമർശനം വന്നിട്ടുണ്ട്, വിച്ച് വി ഹാവ് അക്നോളജ് ദാറ്റ്. പക്ഷേ ഇതിനകത്ത് കോസ്റ്റും ഒക്കെ ഉണ്ട്. കോസ്റ്റ് ഒരു ഫാക്ടറാണ്. 243 യൂണിറ്റിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം പഞ്ചസാര മാറ്റിയിട്ട് പാം ഷുഗർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഇഷ്ടം പോലെ, അതായത് ഞാൻ കൃഷി വകുപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അന്നേരമാണ് നമ്മുടെ ഈ ശർക്കരയ്ക്കാണെന്നുണ്ടെങ്കിലും ജാഗരിക്കകത്താണെന്നുണ്ടെങ്കിലും പാം ഷുഗറിനകത്താണെന്നുണ്ടെങ്കിലും മിക്കവാറും ഈ പറയുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചേർത്ത് കഴിയുമ്പോൾ ഇതൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നവും ഇല്ല. അപ്പോൾ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. വി ലൈക്ക് ടു മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. ഓക്കെ സർ, ഇപ്പോൾ ശരിക്കും ഞാനിത് വാങ്ങി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ആ ഇൻസ്ട്രക്ഷൻസ് കണ്ടിട്ടും അതിൻ്റെ പ്ലസ് പോയിന്റ്സ് കണ്ടിട്ടുമാണ് ഞാൻ മേടിക്കുന്നത്. ശരിക്കും സർ, ഈ അമൃതം ന്യൂട്രിമിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്താണ് ശരിക്കും? 5 ഇൻഗ്രീഡിയൻസ് ഉള്ള ഇതാണ്. മെയിനായിട്ട് വീറ്റാണ്, അതുപോലെ തന്നെ സോയാബീൻ ചങ്ക്സ് ഉണ്ട്, ഷുഗർ ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് നട്ട്സ് ഉണ്ട്. ദർ ഇസ് വൺ മോർ തിങ്. ഇത് 5 കൂടെ ഒരു മിക്സഡ് പ്രൊപ്പോർഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം തന്നെ ഡെവലപ്പ് ചെയ്ത. അതിനകത്ത് ആ ഷുഗർ കണ്ടൻറ്റ് മാറ്റിയിട്ട് ഞങ്ങളിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ പാം ഷുഗർ ചേർക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി സോയ ചങ്ക്സ് ആണ് സ്ലൈറ്റ്ലി ചില അറ്റ് ടൈംസ് ഒരു ചെറിയൊരു ഡിസ്റ്റേസ്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ അതിങ്ങനെ നിഫ്റ്റോ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായിട്ടും CFTRI മൈസൂർ ഇവരുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ 3-4 months ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സർ, ഇത് ശരിക്കും നമ്മുടെ എല്ലാവർക്കും അറിയണം എന്നില്ല ഈ ഒരു ന്യൂട്രിമിക്സിൻ്റെ കാര്യം. ഇപ്പം ഞാൻ തന്നെ വെരി റെയർലി ആണ് എനിക്കിത് അറിയാൻ പറ്റിയത്. ഇതേപോലെ ഒത്തിരി വീട്ടമ്മമാരുണ്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കുന്ന. പക്ഷേ ഇതിൻ്റെ വാല്യൂ, അതായത് അതിൻ്റെ ന്യൂട്രിയൻസും എല്ലാം നമ്മുടെ ഡെയിലി ലൈഫിന് എന്താ പറയുക, സർ നേരത്തെ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ പോകുന്നവർക്ക് അല്ലെങ്കിൽ ഒരു കുട്ടികൾക്കായാൽ പോലും ആ ഒരു ഇമ്മ്യൂൺ ബാലൻസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തെ കുറവുകൾ ബാലൻസ് ചെയ്യാനും ഈ ഒരു പൊടിയിൽ പറ്റുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ടും ഞാൻ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടുമാണ്. പക്ഷെ എൻ്റെ മിക്ക പ്രേക്ഷകർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. ഇത് എവിടെ കിട്ടുമെന്നോ, എങ്ങനെ വാങ്ങണമെന്നോ, ഇത് എത്ര പേർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നോ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ബിറ്റ്വീൻ 3 and 6 കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കുടിക്കാൻ കൊടുക്കുന്നതെന്നുള്ളതാണ്. ഇത് എവിടുന്ന് കിട്ടും? ഇത് എല്ലാവർക്കും കഴിക്കാൻ സാധിക്കുമോ? അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ഇപ്പം ഈ അംഗൻവാടിയുടെ വാർഷിക സർവേ വരുന്നത്. ഇപ്പം അതിനെപ്പറ്റി കുറച്ച് വിവാദമൊക്കെ വന്നതും സർ, അതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയും കൂടെ ഉണ്ട്. അവർ സർവേ എടുക്കാൻ വരുമ്പോൾ ഇപ്പോൾ പൗരത്വ ബില്ലിനെ കുറിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും കൂടെ ഉള്ളതുകൊണ്ട് മിക്കവരും സർവേ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം അതും കൂടെ സർ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം. ഈ എല്ലാവരുടെയും ആധാർ ഏതാണ്ട് 90% 95% ആൾക്കാരുടെ ആധാർ ഓൾറെഡി കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ട്. ഇനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു സർവേ നടത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാതെ ആവശ്യമില്ലാത്ത പറയും. എല്ലാ വർഷവും വാർഷിക സർവേ അംഗൻവാടി നടത്തുന്നുണ്ട്. എന്താണ് ചുറ്റുപാടും എത്ര കുട്ടികൾ 6 വയസ്സിന് താഴെയുണ്ട്, എത്ര പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ട്,
എത്രയാണെന്നുണ്ടെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ഉണ്ട്, എത്ര അഡോളസെൻറ്റ് ഗേൾസ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് മൊത്തത്തിൽ എത്ര പേരുണ്ട്, ഇതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അംഗൻവാടി ടീച്ചർക്ക് ഒരു 11 രജിസ്റ്റർ ഉണ്ട്. കേരളത്തിൽ 33,115 അംഗൻവാടി ഉണ്ട്. അതിൽ 11 രജിസ്റ്റർ ഉണ്ട്. ഈ 11 രജിസ്റ്ററിൽ എഴുതി വെക്കുന്നത് ഇപ്പോൾ സെക്രട്ടറി എന്നുള്ള നിലയിലാണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എന്താ എഴുതിയെന്നുള്ളത്. അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിലാണ് കുട്ടികൾക്ക് വിളർച്ച ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഏത് പഞ്ചായത്തിലാണ് സ്ത്രീകൾക്ക് അനീമിക്കായിട്ട് കൂടുതലായിട്ടുണ്ടെന്ന്. ചില ട്രൈബൽ ഏരിയ ഞങ്ങൾ നടത്തിയപ്പോൾ 70% അനീമിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 70% പെൺകുട്ടികൾ സ്ത്രീകൾ അനീമിക്കാണ് ട്രൈബൽ ഏരിയാസ്, തിരുവനന്തപുരത്ത് തന്നെയുള്ള ട്രൈബൽ ഏരിയാസ്. അപ്പോൾ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു. ഈ രജിസ്റ്റർ 10 രജിസ്റ്റർ മാറ്റാം, 11 രജിസ്റ്റർ 10 രജിസ്റ്റർ മാറ്റിയിട്ട് ഓരോ ചോദ്യ ഉത്തരവായിട്ട് ഒരു സാധാരണ അംഗൻവാടി ടീച്ചർക്ക് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തമിഴിൽ അല്ലെങ്കിൽ കന്നഡയില്ല, ഇവിടെ കേരളത്തിൽ ഈ 3 ലാംഗ്വേജുള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അനലൈസ് ചെയ്തിട്ട് അവിടുത്തെ ICD സൂപ്പർവൈസർക്ക് കാണാം ഇന്ന അംഗൻവാടിയിലുള്ള പരിധിയിൽ ഇത്ര കുട്ടികൾ സിവിയർലി മാൽനറിഷ്ഡ് ആണ്. ദെൻ അംഗൻവാടി ടീച്ചർക്ക് അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ അത് സ്റ്റണ്ടിങ് വേസ്റ്റിംഗ് എന്ന് പറയും. ഏജിനനുസരിച്ചിട്ടുള്ള ഹൈറ്റ് ഇല്ല, ഏജിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ല, ഏത് കുട്ടിക്കാണ്. അപ്പോൾ അത്രയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ നടത്താൻ പറ്റും. ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ICD സൂപ്പർവൈസറുടെ മുകളിലുള്ള CDPO എന്ന് പറയുന്ന ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ കാണുന്നുണ്ടെങ്കിൽ ഏത് അംഗൻവാടിയുടെ അല്ലെങ്കിൽ ഏത് ICD സൂപ്പർവൈസറുടെ കീഴിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രിവലൻസ് ഉള്ളത് അവിടെ ഇൻ്റർവ്യൂ ചെയ്യുക. അങ്ങനെ സ്റ്റേറ്റിലെ സെക്രട്ടറി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മിനിസ്റ്റർക്ക് എന്നുള്ള നിലയിലോ ഡയറക്ടർ എന്നുള്ള നിലയിലോ പറയാം ഏത് ജില്ലയിലാണ് ഈ പ്രശ്നം, ഏത് കുട്ടിക്കാണ്. ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ളൊരു സർവേ ആണ് നടക്കുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് അംഗൻവാടി സർവീസസിനകത്ത് വരുന്ന വളരെ ചുരുക്കം ആളുകൾക്ക് ചിന്താഗതിയുണ്ട്, അംഗൻവാടി എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കുള്ളതാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ചിന്ത അതല്ല.